ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തിനാ വസുമതി വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്? ദുർഗ വരുന്നോണ്ട് നിനക്കെന്താ നഷ്ടം? നഷ്ടം ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കും. ഈ നാശത്തിന് അങ്ങോട്ട് കൊണ്ടുപോയാ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. കല്യാണത്തിന്റെ അന്ന് നടന്നത് ദേവേട്ടൻ മറന്നോ? ദുർഗയെ മാറ്റി നിർത്തിയതുകൊണ്ട് ഈ കല്യാണം നടന്നത് തന്നെ. അതാ അമ്മാവനും അമ്മായും കാരണല്ലേ. അവരിപ്പോ തിരിച്ചുപോയി കാണില്ലേ? അതെ, പൂർണിമക്കും മറ്റുള്ളവർക്കും ദുർഗയോടോ ജയശ്രീയോടോ ഒരു പണക്കും ഇല്ല. എന്ന അമ്മയ്ക്ക് എന്താ ഇത്ര ഉറപ്പ്? പൃഥ്വിയുടെ അമ്മയ്ക്ക് ഇവളെ ഇഷ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അഥവാ ആർക്കും പ്രശ്നമില്ലെങ്കിലും ഇവളെ കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. ഓ, അങ്ങനെയാണോ? എങ്കിൽ ഞാനും വരുന്നില്ല. അതെന്താ അമ്മയ്ക്ക് പ്രശ്നം? അമ്മയോട് ആരെങ്കിലും വരണ്ടെന്ന് പറഞ്ഞോ? ദേ ഗിരിജെ, നീ വെറുതെ കണ്ണടച്ചിരുട്ടാക്കരുത്. ദുർഗ എന്റെ കൊച്ചുമോളാ. അവൾ കൈത്തുള്ളെടുത്ത് ഞാനും വരുന്നില്ല. അത് കറക്റ്റ്. കലക്കി മുത്തശ്ശി, അതാണ് കറക്റ്റ്. വേണ്ട മുത്തശ്ശി, ഇങ്ങനെ വാശി പിടിക്കണ്ട. മുത്തശ്ശി പോണം. മുത്തശ്ശി ചെന്നില്ലെങ്കിൽ അവിടെ എല്ലാരും തിരക്കും. അത് അശ്വതയ്ക്ക് നാണക്കേടാവും. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഇവളുമാരുടെ അഹങ്കാരത്തിന് കൂട്ടി നിൽക്കാൻ എനിക്ക് പറ്റില്ല. അമ്മ വെറുതെ നല്ലൊരു ദിവസമായിട്ട് അലുമ്പുണ്ടാക്കാൻ നോക്കല്ലേ. അല്ലെങ്കിലും എന്റെ മോളുടെ കാര്യം വരുമ്പോ അമ്മയ്ക്ക് ഈ പരിപാടി സ്ഥിരമുള്ളതല്ലേ. ആരാടി പ്രശ്നം ഉണ്ടാക്കുന്നത്? ഞാനാണോ? നിങ്ങളല്ലേ ദുർഗയെ മാറ്റി നിർത്തി അഹങ്കാരം കാണിക്കുന്നത്? നിന്റെ വായിൽ നാവില്ലേ ദേവാ? നീ എന്താ ഒന്നും മിണ്ടാത്തെ? ദുർഗ നിന്റെ മോളാ, അത് നീ മറക്കരുത്. ഞാൻ എന്തു പറയാനാ? ഞാൻ പറഞ്ഞാൽ ഇവരാരെങ്കിലും അനുസരിക്കോ? ഇല്ലല്ലോ. സമയമാകുന്ന ഇറങ്ങാൻ നോക്കൂ. നിങ്ങൾ പൊക്കോ, ഞാൻ വരുന്നില്ല. ഓ, മുത്തശ്ശി വെറുതെ വാശി പിടിക്കരുത്. എന്റെ സന്തോഷത്തിന് വേണ്ടിയാണ് മുത്തശ്ശി ഇതൊക്കെ പറയുന്നതെങ്കിൽ ഇവരുടെ കൂടെ പോണം. പ്ലീസ് മുത്തശ്ശി, ചെല്ല്. നീ പറഞ്ഞോണ്ട് മാത്രം ഞാൻ പോവാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ കാണിക്കുന്നൊന്നും നല്ലതല്ല. സാക്ഷാൽ ഭഗവാൻ പോലും സഹിക്കില്ല. അത് ഞങ്ങളങ്ങ് സഹിച്ചു. ഗിരിജ, വണ്ടിയിൽ സാധനങ്ങളൊക്കെ എടുത്തു എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. വെച്ചിട്ടുണ്ട്. ആ, എന്നാ വാ, മാറിക്കങ്ങോട്ട്. പോയിട്ട് വരാം മോളെ. ശരി മുത്തശ്ശി. ആ, ശരി. ശരി മോളെ. പോയിട്ട് വച്ചാ. ഞാൻ എന്നാ വിട്ടിട്ട് വരാം. പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പത്തേക്ക് എത്തും ഞാൻ. അപ്പോഴേക്ക് ആ ഫയൽസ് ഒക്കെ ഒന്ന് എടുത്തു വെക്കണേ. ആ, ഓക്കെ. പൃഥ്വി, ഒന്നിങ്ങി വന്നേ. അടുത്തത് നീ ഇതെങ്ങോട്ടാ പൃഥ്വി? അത്യാവശ്യമായിട്ടൊന്ന് പുറത്തേക്ക് പോകണം. ഒരാളെ കാണാനുണ്ട്. ഇപ്പോഴോ? നീ എന്താ പൃഥ്വി ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? ഇന്ന് അഷിതയുടെ വീട്ടിൽ നിന്ന് എല്ലാരും വരുന്ന നിനക്ക് അറിയാവുന്നതല്ലേ? അപ്പൊ നീ ഇവിടെ ഉണ്ടാവേണ്ടതല്ലേ? ഒരു എമർജൻസിയാണ്. പോയിട്ട് ഞാൻ വേഗം തിരിച്ചു വന്നോളാം. അതൊന്നും വേണ്ട. തൽക്കാലം നീ ഇപ്പൊ പോണ്ട. അവര് വന്ന് തിരിച്ചു പോയിട്ട് നിനക്ക് എവിടെ വേണേലും പോവാലോ. അതെങ്ങനെയാ ചേച്ചി? ഇപ്പൊ പോകേണ്ട കാര്യത്തിന് ഇപ്പൊ തന്നെ പോകണ്ടേ? ഇത് ഞാൻ സമ്മതിക്കില്ല. ഇപ്പൊ നീ പോയാ അവരെ ഇൻസൾട്ട് ചെയ്യുന്നത് പോലെ ആവും. കല്യാണത്തിന് ശേഷം ആദ്യമായിട്ട് അവര് വീട്ടിലേക്ക് വരുന്നേ. അപ്പൊ പാലിക്കേണ്ട ചില മര്യാദകളൊക്കെ ഉണ്ട്.